idea of intelligence is actually mostly behavioral. There is stimulus and you respond. And if that response was apt to the context, you are considered as intelligent. If you want to be part of a super great organization, you have to have level 5 leadership, select the right people in your team, face facts brutally honestly, do what you are passionate about, what brings money and work, then have a culture of discipline and use the right technology. So predictions say that at 2030, AI, artificial intelligence, will be so technologically advanced that it can surpass the human brain. നമ്മുടെ ബ്രെയിനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് ആവാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ബ്രെയിനെ കൊണ്ട് നമ്മൾ സീസൺ ചെയ്തെടുക്കുന്നതാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന തോട്ട് പ്രോസസ്. This particular DB can be very useful for a lot of people to store huge amounts of data at the same time and then later use it for analysis, which is why the relevance of both data modeling and Cassandra comes in here. പൊതുവെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മെച്ചപ്പെട്ട ഭേദപ്പെട്ട ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റം പറയരുതെന്നോ സമരം ചെയ്യരുതെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നത്. ആക്ഷേപങ്ങളും ഒരുപാട് പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം ജനങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് KSRTC. ഈ ചെറുപ്പക്കാര് ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഓൺടർപ്രണൽ സ്കിൽസ് അവർക്ക് ഒരു ലാഭകരമായ കാര്യത്തിന് മാത്രമല്ല പബ്ലിക്കിന് പ്രയോജനകരമായ ഒരു സിസ്റ്റം കൂടി ഡെവലപ്പ് ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നിലവിൽ ആനവണ്ടി ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 70% ബസ്സുകളുടെ ടൈം ഷെഡ്യൂള് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അവൈലബിൾ ആണ്. ഞങ്ങള് കേരളത്തിലെ KSRTC ഓപ്പറേറ്റ് ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ഷെഡ്യൂൾ ഒരു ഓർഡിനറി മുതൽ എല്ലാ ബസ്സുകളും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഒരു കാര്യം, കമ്പ്യൂട്ടറുകളെ കൊണ്ട് പഠിപ്പിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വിഷയം പഠിപ്പിക്കുന്ന ടെക്നിക്കിനെ ആണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുക. ഹൗ ടു ടേക്ക് എ ഫ്രീക്കിംഗ് ജോബ് എന്നുള്ളൊരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രോൾ പേജസിനും ഗ്രൂപ്പുകൾക്കും സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഏറ്റുവാങ്ങിയ തിയറിയും ചെറുതല്ല. ഒരു പുതിയ അപ്രോച്ച്, ഈ സോഷ്യൽ വാല്യൂ പ്രോഫിറ്റും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് മോഡൽ, ഇതിൻ്റെ അകത്ത് പൈസ കൊടുക്കുന്ന നേച്ചറും ഉണ്ട്, ബിസിനസ്സും. ഇതാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പലരും സ്വന്തം സിനിമകളെ മറ്റുള്ളവർക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളം സബ്ടൈറ്റിലുകൾ തയ്യാറാക്കാനുള്ള ആശയം. How do we determine how you transfer 5 rupees to me? There has to be some way, right? Just think of Bitcoin as email, that's all. People say Bitcoin is the internet of money, so many things. These are grand statements to promote Bitcoin. Conscious consumption is very simple. It is yes to what you want and no only if it's worth. ഇത്തിരി തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൈകാര്യം ചെയ്യാറുണ്ട്. ഇപ്പം മതം എന്ന് പറയുന്നതിന് ഒരു എന്താ പറയുക അൺട്രോളബിൾ സ്റ്റാറ്റസ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമില്ല. കാരണം ഏതൊരു ഐഡിയോളജിയും നമുക്ക് ട്രോൾ ചെയ്യാം. ഐഡിയോളജിയെ ട്രോൾ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ബാർ ക്യാമ്പുകളിൽ വരുന്ന പലരും ബാർ ക്യാമ്പ് വന്നതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കമ്മികൾ തുടങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളിൽ ചെറിയ തീയും പൊരിയൊക്കെ ആയിട്ട് കിടക്കുന്നവർക്ക് ഇതിലേക്ക് ചാടാനൊരു മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ബാർ ക്യാമ്പ് മിക്കപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ ആർക്കെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊരി ഉണ്ടെങ്കിൽ കത്തിക്കാൻ എനിക്കായി കഴിയുന്ന ചെറിയ മണ്ണെണ്ണയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷൻ ചെയ്യുന്നത്.